രാജ്യത്തെ തെരുവുനായ ആക്രമണത്തിൽ സുപ്രീംകോടതി വെള്ളിയാഴ്ച ഇടക്കാല ഉത്തരവ് പുറത്തിറക്കും. സംസ്ഥാനങ്ങളുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉത്തരവ്. തെരുവുനായ വിഷയത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർ ഇന്ന് സുപ്രീംകോടതിയിൽ ഹാജരായി. പശ്ചിമബംഗാൾ, തെലങ്കാന ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരാണ് ഹാജരായത്. ഉപരാഷ്ട്രപതിയുടെ സന്ദർശന സാഹചര്യത്തിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന കേരളത്തിന്റെ അപേക്ഷ സുപ്രീംകോടതി അംഗീകരിച്ചു. കോഴിക്കോട് താമരശ്ശേരി മാലിന്യ പ്ലാന്റിനെതിരെ സമരം തുടരാൻ സമരസമിതി. കളക്ടറേറ്റിൽ ഇന്ന് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം UDF ബഹിഷ്കരിച്ചു. ശുദ്ധവായുവിന് വേണ്ടിയുള്ള സമരമാണ് നടക്കുന്നതെന്ന് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു. കോഴിയറവ് മാലിന്യ സംസ്കരണ പ്ലാന്റായ ഫ്രഷ് കട്ട് തുറക്കാൻ അധികൃതർ തീരുമാനിച്ചാൽ പ്രവർത്തിക്കണോ എന്ന് നാട്ടുകാർ തീരുമാനിക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. നാട്ടില് നിരോധനാജ്ഞ ഏർപ്പെടുത്തി ബലം പ്രയോഗിച്ച് അടിച്ചൊതുക്കി അവിടെ നടത്തും ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനൊരൊറ്റ മറുപടിയേ ഉള്ളൂ, അതൊന്നും നടക്കൂല, യാതൊരു സംശയവും. ദുർഗന്ധം സഹിക്കുന്ന നാട്ടുകാർക്കിടയിൽ 5 ദിവസം താമസിക്കാൻ കളക്ടർക്കും മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഉദ്യോഗസ്ഥർക്കും MK മുനീറിന്റെ വെല്ലുവിളി. കളക്ടർ പറഞ്ഞത് ദുർഗന്ധം അളക്കാൻ അളവുകോലില്ലാത്തതുകൊണ്ട് ദുർഗന്ധം സഹിച്ചേ പറ്റില്ല. എങ്കിൽ ഞാൻ കളക്ടറെയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെയും 5 ദിവസം ഷെഡ് കെട്ടി അതിന്റെ മുന്നിൽ വന്ന് താമസിക്കാൻ വെല്ലുവിളിക്കുകയാണ്. പ്ലാന്റ് തുറക്കാനുള്ള നടപടികൾ തുടരുന്നതിനിടെ നാളെ വൈകിട്ട് സമരം ആരംഭിക്കാൻ സമരസമിതിയും തീരുമാനിച്ചു. രാഷ്ട്രീയ പാർട്ടികളെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിക്കാമെന്ന കളക്ടറുടെ ഉറപ്പ് അട്ടിമറിക്കപ്പെട്ടെന്നും സ്ത്രീകൾ മാത്രമുള്ള വീടുകളിൽ പോലീസ് ഇപ്പോഴും പരിശോധന തുടരുന്നതായും UDF കുറ്റപ്പെടുത്തി. റിപ്പോർട്ടർ, കോഴിക്കോട്.